ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിൻസി. +2 കഴിഞ്ഞാൽ എന്തിനു പോകണം? മെഡിക്കൽ കെയറിലേക്ക് പോകേണ്ടവർക്ക് ഒട്ടനവധി കോഴ്സുകളാണ് ഇന്ന് നമ്മൾക്ക് ചുറ്റുമുള്ളത്. ആരോട് എന്ത് ചോദിച്ചാലും എനിക്കൊരു നേഴ്സ് ആയാൽ മതി, അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആയാൽ മതി. ഒരു ഡോക്ടറും ഒരു നേഴ്സും മാത്രം അടങ്ങുന്ന ഒരു സിസ്റ്റമാണോ മെഡിക്കൽ കെയർ എന്ന് പറയുമ്പോൾ? ഒരിക്കലും അല്ല. നമ്മൾക്ക് ചുറ്റും ഒരുപാട് കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ സ്കോപ്പുള്ള ഒട്ടനവധി കോഴ്സുകൾ. എന്നാൽ ആർക്കും തന്നെ ശരിയായ ഒരു ധാരണയില്ല ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുക, ഈ ഒരു കോഴ്സ് എത്ര വർഷത്തെ കോഴ്സാണ്, അങ്ങനെയുള്ള ഒരു ഐഡിയ ആർക്കും തന്നെ ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം LBSന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റും അതോടൊപ്പം തന്നെ 3 പുതിയ കോഴ്സുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി നഴ്സിംഗ്, ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് 4-year കോഴ്സ് ആണ്. ഞാനും ഒരു നഴ്സാണ്, അപ്പൊ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. സോ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റി കോഴ്സാണ്. നമ്മൾ ഹ്യൂമൻ ബീങ്സുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. സോ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ വാല്യൂസ് വേണ്ടുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബോണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഗവൺമെന്റ് കോളേജിലാണ് നമ്മൾക്ക് സീറ്റ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും 4 ഇയേഴ്സിന് ശേഷം 1 ഇയർ ബോണ്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് ഫൈനായിട്ട് 1 lakh rupees അങ്ങോട്ടേക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ ഡിഫൻസിലോ ജോലി കിട്ടുകയാണെങ്കിൽ പെനാൽറ്റി ഒന്നും തന്നെ കൊടുക്കാതെ നമ്മൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സോ നഴ്സിംഗ് ഒബ്വിയസ്ലി നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അസൈൻമെന്റ്സ്, എക്സാംസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കടന്നു പോകുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കോഴ്സാണ് BSc MLT അഥവാ ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. സോ ഈ ഒരു കോഴ്സും 4 വർഷത്തെ കോഴ്സാണ്. 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പാരാമെഡിക്കൽ പ്രോഗ്രാമാണ് ഈ BSc MLT എന്ന് പറയുന്നത്. ഇതിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങളുടെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്, യൂറിൻ, ബ്ലഡ് തുടങ്ങിയ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം എടുത്ത് അതിൽ തന്നെ ഹെമറ്റോളജി, ഇമ്മ്യൂണോളജി, കെമിക്കൽ, മൈക്രോസ്കോപ്പിക്, അങ്ങനെ വിവിധ തരത്തിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിക്കുന്ന ഒരു കോഴ്സാണ് BSc MLT അഥവാ ബാച്ചുലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ കോഴ്സാണ് BSc ഫിസിയോതെറാപ്പി. ഇതൊരു 4.5 years കോഴ്സാണ്. അതിൽ 6 മാസം കമ്പൽസറി ഇന്റേൺഷിപ്പ് ആയിരിക്കും, 4 വർഷത്തെ പഠിത്തവും. അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഇഞ്ചുറീസ് ഒക്കെ വന്ന്, ആക്സിഡൻസ്, ഇഞ്ചുറീസ്, ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ വന്നതിന് ശേഷം പാരലൈസ്ഡ് ആവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ മൂവ്മെന്റ് ലിമിറ്റഡ് ആവുന്ന സമയത്ത്, ഇംപയർഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഫങ്ഷൻസിനെ റീഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വിഭാഗമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് സ്കോപ്പാണ് ഫിസിയോതെറാപ്പിക്കുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു കോഴ്സാണ്. പ്രത്യേകിച്ച് ടെക്നോളജീസ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടെക്നോളജീസ് യൂസ് ചെയ്ത് അവർ ഫിസിയോതെറാപ്പിനെ ഇപ്പോൾ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നാലാമത്തെ കോഴ്സാണ് BCVT, ബാച്ചുലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി. ഈ പേര് പോലെ തന്നെ കാർഡിയാക് റിലേറ്റഡ് ആണ് കോഴ്സ്. ഇതും ഒരു 4-year കോഴ്സാണ്. 3 years പ്ലസ് കമ്പൽസറി 1 year ഇന്റേൺഷിപ്പ്. സോ ഈ ഒരു കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകമായി കാർഡിയാക് കാത്ത് ലാബിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. കാത്ത് ലാബ് എന്ന് പറയുമ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, ICUന് തൊട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഒരു ഏരിയയാണ് കാത്ത് ലാബ് എന്ന് പറയുന്നത്. അവിടെ വെച്ചായിരിക്കും വേരിയസ് കാർഡിയാക് പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുക. അപ്പോൾ വേരിയസ് കാർഡിയാക് പ്രൊസീജിയേഴ്സ് ആയ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യുക, സ്റ്റെന്റ് ഇംപ്ലാന്റ് ചെയ്യുക, ഡീഫിബ്രിലേഷൻ, അങ്ങനെയുള്ള വേരിയസ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി മുതലായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കാർഡിയാക് സർജനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് BCVT എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി നമ്മൾക്ക് അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കും. മാത്രമല്ല കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എല്ലാം തന്നെ ചെയ്യാനുള്ള നോളജ് നമ്മൾക്ക് ഉണ്ടായിരിക്കും. വളരെ സ്കോപ്പുള്ള ഒരു കോഴ്സാണ് BCVT എന്ന് പറയുന്നത്. പ്രൈവറ്റ്, ഗവൺമെന്റ് കോളേജുകളിലൊക്കെ പഠിത്തത്തിന് ശേഷം ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BASLP ആണ്, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ
3 years പ്ലസ് 1 year കമ്പൽസറി ഇന്റേൺഷിപ്പ്. അപ്പൊ ഇതിന് ശേഷം നമ്മളൊരു പെത്തോളജിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിയോളജിസ്റ്റ് എന്ന് അറിയപ്പെടും. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പയർമെന്റ് ഉള്ളവരെ ട്രെയിൻ ചെയ്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ എത്തിക്കുക അല്ലെങ്കിൽ പ്രോപ്പർ ഹിയറിംഗിൽ എത്തിക്കുക. അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ഗ്രാജുവലി അവരെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുന്ന ഒരു കോഴ്സാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് അഥവാ ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. വളരെ വേൾഡ് വൈഡ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ്. ഇപ്പൊ UK സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അതൊരു 4 year കോഴ്സാണ്. അതിൽ 3 year സ്റ്റഡീസ് പ്ലസ് 1 year കമ്പൽസറി ഇന്റേൺഷിപ്പ്. ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഐ കെയർ, വിഷ്വൽ ഡിസോർഡേഴ്സ്, വിഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ഡയഗ്നോസ് ചെയ്യുന്നതിനെ പറ്റിയും പ്രിവെന്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. വളരെ നല്ലൊരു കോഴ്സാണ്. ഇതിന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേരിയസ് ക്ലിനിക്സിൽ, ഹോസ്പിറ്റൽസിലൊക്കെ വിഷൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലെൻസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ടീച്ചിങ് റിലേറ്റഡ് ഫീൽഡിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതല്ല, ഇതിന് ശേഷം നമുക്ക് ഇതിന്റെ മാസ്റ്റേഴ്സ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത കോഴ്സ് ബാച്ചുലർ ഓഫ് പെർഫ്യൂഷൻ ടെക്നോളജി. ഈ ഒരു കോഴ്സ് 4 year കോഴ്സാണ്. 3 year സ്റ്റഡീസ് പ്ലസ് 1 year കമ്പൽസറി ഇന്റേൺഷിപ്പ്. ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് ലങ്സിന്റെയും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഓർഗൻസിന്റെ ഒക്കെ ഫിസിയോളജി, പെത്തോളജി ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പഠിക്കുന്നത്. ഈ ഒരു കോഴ്സിന് ശേഷം പെർഫ്യൂഷനിസ്റ്റ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഹാർട്ടിന്റെയും ലങ്സിന്റെയൊക്കെയും വേരിയസ് എക്യുപ്മെന്റ്സ്, സർജറിക്ക് മുമ്പുള്ള വേരിയസ് എക്യുപ്മെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും ഒരു പെർഫ്യൂഷനിസ്റ്റ് സാധിക്കുന്നതാണ്. അപ്പൊ അടുത്ത കോഴ്സാണ് ബാച്ചുലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഡയാലിസിസ് എന്ന വാക്ക് തന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലെ. വളരെ സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് 4 year കോഴ്സാണ്. 3 year സ്റ്റഡീസ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ്. ഈ ഒരു കോഴ്സിൽ പ്രത്യേകിച്ച് പഠിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും ഷോർട്ടാക്കി പറയാനാണെങ്കിൽ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യാൻ ബോഡിക്ക് കേപ്പബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ ഒരു ഡയാലിസർ ഉപയോഗിച്ച് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നു. അതാണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഡയാലിസിസ്റ്റ് ആയി കഴിയുന്നതിന് ശേഷം നമ്മൾക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. പ്രീ പ്രൊസീജിയർ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇൻട്രാ പ്രൊസീജിയർ എന്ത് ചെയ്യണം, പോസ്റ്റ് പ്രൊസീജിയർ എന്ത് ചെയ്യണം, ആ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയാലിസിസ് ടെക്നോളജിയിൽ പ്രത്യേകമായി പഠിക്കുന്നത്. സോ അടുത്ത കോഴ്സാണ് ബാച്ചുലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സും 4.5 years ആണ്. 4 year സ്റ്റഡീസ് പ്ലസ് 6 months കമ്പൽസറി ഇന്റേൺഷിപ്പ്. വളരെ സ്കോപ്പുള്ള, വേൾഡ് വൈഡ് സ്കോപ്പുള്ള ഒരു കോഴ്സാണ് BOT എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് പ്രത്യേകിച്ച് പറയാൻ ഇതും ഒരു കൈൻഡ് ഓഫ് റീഹാബിലിറ്റേഷൻ കോഴ്സ് തന്നെയാണ്. ഡിസീസ്, ഇഞ്ചുറീസ് ഒക്കെ വന്ന ആൾക്കാർ ഒരു റെഗുലർ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തെടുക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഫിസിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, മെന്റൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത് ഒരു റെഗുലർ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്തെടുക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു കൈൻഡ് ഓഫ് പ്രൊഫഷനാണ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അടുത്ത കോഴ്സ് ബാച്ചുലർ ഓഫ് ന്യൂറോ ടെക്നോളജി. അതും ഒരു 3+1 കോഴ്സാണ്. 3 year സ്റ്റഡീസും 1 year ഇന്റേൺഷിപ്പും. സോ ഈ ഒരു കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ കാത്തലാബ് പറഞ്ഞ പോലെ തന്നെ ന്യൂറോ ലാബിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. ന്യൂറോ സർജന്റെ അസിസ്റ്റന്റ് ആയിട്ട് ന്യൂറോ റിലേറ്റഡ് കേസുകൾ, ന്യൂറോ റിലേറ്റഡ് സർജറിയിലൊക്കെ ന്യൂറോ സർജനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ന്യൂറോളജിസ്റ്റിന് സാധിക്കും. വേരിയസ് ആയിട്ടുള്ള ന്യൂറോ കണ്ടീഷൻസിനെ പറ്റിയുള്ള പ്രാക്ടിക്കൽ നോളജും തിയറട്ടിക്കൽ നോളജും എല്ലാം ഈ ഒരു കോഴ്സിന് ശേഷം സ്റ്റുഡൻസിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു കോഴ്സാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇതൊരു 3 year കോഴ്സാണ്. ഈ ഒരു കോഴ്സ് പ്രത്യേകമായിട്ട് ഹാർട്ട് റിലേറ്റഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ലൈക്ക് ഡൈസ് ഒക്കെ നമ്മുടെ ബോഡിയിലൂടെ ഇൻജെക്ട് ചെയ്ത് ഏത് ഓർഗനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവിടേക്ക് എത്തിച്ച് അതിന്റെ പാത്വേ അനലൈസ് ചെയ്ത് അതിന്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പ്രോപ്പർ ഡയഗ്നോസിസ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡീസ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിന് ശേഷം നമുക്ക് ന്യൂക്ലിയർ മെഡിസിനിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റിയും അവൈലബിൾ ആണ്. അടുത്തൊരു കോഴ്സാണ്
പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ലിംബ് നഷ്ടമായവർ, കാല് കൈയൊക്കെ നഷ്ടമായവർക്ക് അവരുടെ ഫങ്ഷൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ലിംബ് പ്രൊവൈഡ് ചെയ്യുന്ന, ആർട്ടിഫിഷ്യൽ ലിംബ് എങ്ങനെ ഉണ്ടാക്കാം, ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്കൊരു ലിംബ് ഉണ്ടാക്കാം, അങ്ങനെയുള്ള സ്റ്റഡീസ് ആണ് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രോസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കുന്നതും, ഓർത്തോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബ്രേസസ് ഉണ്ടാക്കാൻ പഠിക്കുന്നതുമാണ് ഓർത്തോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടുഗെദർ ഒരുമിച്ചുള്ള കോഴ്സാണ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് കോഴ്സാണ് BSc മെഡിക്കൽ ബയോകെമിസ്ട്രി. പേര് പോലെ തന്നെ ഇത് നമ്മൾ ബയോളജിയും പഠിക്കേണ്ടി വരും, കെമിസ്ട്രിയും പഠിക്കേണ്ടി വരും. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പ്രോസസ് മൂലം ഉണ്ടാവുന്ന ഡിസീസ് കണ്ടീഷൻസ്, ഇതിന്റെ എല്ലാം സ്റ്റഡീസ് ആണ് BSc മെഡിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ ഒരു 15 കോഴ്സുകളാണ് കേരള മെഡിക്കൽ കോഴ്സുകളുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ, ഞാൻ അതിനെ ക്ലാരിഫൈ ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല LBSന്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്നു വിശ്വസിക്കുന്നു. മെയ് 14 തൊട്ട് ജൂൺ 4 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുക. ഒട്ടും വൈകാതെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക, രജിസ്റ്റർ ചെയ്ത് തുടങ്ങുക. മാത്രമല്ല ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ LBSന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും എങ്ങനെയാണ് പ്രോസസ്സ് ഓരോന്ന് നടക്കുക എന്നുള്ളത്. അപ്പോൾ മറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.